മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇന്ന് പറയാൻ പോകുന്നത് ഉദ്യോഗപർവം ആണ്. അഭിമന്യുവിൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം പാണ്ഡവർ സുഹൃത്തുക്കളായ യാദവരോടൊപ്പം വിരാടൻ്റെ രാജസഭയിൽ ഒത്തുകൂടുകയാണ് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി. സഭയിൽ ഇപ്പോൾ യാദവരോടൊപ്പം വൃദ്ധരായ വിരാടൻ, ദ്രുപദൻ, വാസുദേവൻ എന്നിവരോടൊപ്പം തന്നെ സാത്യകി, ബലരാമൻ, ശ്രീകൃഷ്ണൻ, പ്രദ്യുമ്നൻ, സാമ്പൻ എന്നിവരെല്ലാം ആസനസ്ഥരായി ഉണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. ഒടുവിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സൗബലനായ ശകുനി കള്ളച്ചൂതിൽ രാജ്യം തട്ടിയെടുത്തിട്ട് പാണ്ഡവരെ കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഇവർ 13 വർഷം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ധാർമ്മികമായി പാണ്ഡവർക്കും കൗരവർക്കും കിട്ടാനുള്ളതൊക്കെ നമുക്ക് നേടിക്കൊടുക്കണം. യുധിഷ്ഠിരനെ പാതിരാജ്യം ലബ്ധമാക്കുന്നതിനും വേണ്ടി സമർത്ഥനും ധർമ്മജ്ഞനുമായ ഒരു ദൂതനെ അങ്ങോട്ട് അയക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ഇത് കേട്ട് സാത്യകി ചാടി എണീറ്റ് പറഞ്ഞു, പാണ്ഡവർക്കുള്ളത് കൊടുക്കണം. അവരെ കള്ളച്ചൂതിൽ തോൽപ്പിച്ചതല്ലേ. ഇല്ലെങ്കിൽ ഉടനെ പാണ്ഡവർക്ക് രാജ്യം ലഭിച്ചില്ലെങ്കിൽ കൗരവർ ഒന്നൊഴിയാതെ പടക്കളത്തിൽ ജീവനറ്റു വീഴും. ഇപ്പം സാത്യകിയുടെ രോക്ഷമാണ് അവിടെ കാണുന്നത്. സാത്യകി എല്ലാവരെയും കൊല്ലും എന്നാണ് പറയുന്നത്. ദ്രുപദവാക്യം കേട്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ദ്രുപദം പറഞ്ഞതുപോലെ ഒരു ദൂതനെ അയക്കുക. ധൃതരാഷ്ട്രർ സന്ധിക്ക് സമ്മതം അറിയിക്കുകയാണെങ്കിൽ ഒരു കൂട്ട കുരുതി ഒഴിവാക്കാം, യുദ്ധം ഒഴിവാക്കാം. അല്ലെങ്കിൽ പാർത്ഥൻ തന്നെ ഒരു യുദ്ധം നയിക്കുമെന്നും ശ്രീകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ എല്ലാവരുടെയും തീരുമാനപ്രകാരം ഒരു ദൂതനെ ഹസ്തിനപുരിയിലേക്ക് അയക്കുകയും ചെയ്തു. തുടർന്ന് മറ്റു ആളുകളുടെ അടുത്തേക്കും സഹായത്തിനായി ദൂതന്മാരെ അയച്ചു. അവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തിനായി അർജുനനെയും പാണ്ഡവർ അയച്ചു. എന്തായാലും രാജ്യം കൊടുക്കില്ലെന്നും സൂചികുത്താനുള്ള ഇടം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ലെന്നും കൗരവർ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. പാണ്ഡവരുടെ എല്ലാ നീക്കങ്ങളും മണത്തറിഞ്ഞ ദുര്യോധനൻ, അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകുന്നതൊക്കെ മണത്തറിഞ്ഞു. അതിനുശേഷം ദുര്യോധനൻ തന്നെ ഭഗവാനെ കാണാൻ പോവുകയാണ്. പള്ളിയറയിൽ ഉറക്കമായിരുന്ന ഭഗവാന്റെ തലയുടെ ഭാഗത്ത് ദുര്യോധനൻ ഇരുന്നു ഉറങ്ങി എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ച് കാൽഭാഗത്ത്, കാലിൻ്റെ താഴെ ആയിട്ട് അർജുനനും ഇരുന്നു. അങ്ങനെ ഭഗവാൻ ഉണർന്നെണീറ്റപ്പോൾ ആദ്യം കണ്ടത് അർജുനനെയാണ്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഞാൻ ആദ്യം കണ്ടത് അർജുനനെ അല്ലേ. അർജുനൻ ആവശ്യപ്പെട്ടു, ഞാൻ രണ്ടുപേരെയും സഹായിക്കാം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്നെപ്പോലെ കുറേ കഴിവുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അവരെ വേണോ എന്നെ വേണോ? ഞാൻ സാരഥിയാവുകയേ ഉള്ളൂ, ഞാൻ യുദ്ധം ചെയ്യുകയില്ല. അപ്പോൾ ദുര്യോധനൻ ആലോചിച്ചിട്ട് പറഞ്ഞു, സാരഥിയേക്കാളും നല്ലത് യുദ്ധം ചെയ്യുന്ന കുറേ പേരെയല്ലേ, എന്നാൽ പിന്നെ എനിക്ക് അവർ മതി. അർജുനൻ സന്തോഷത്തോടു കൂടി ഭഗവാനെ സാരഥിയാക്കി ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ബലരാമനെ പോയി കണ്ടു അർജുനൻ. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഞാൻ ഇരു കൂട്ടരുടെ കൂടെയും ഇല്ല, സഹായിക്കാൻ ഒരുക്കമല്ല. അനന്തരം ഭഗവാൻ അർജുനനോട് ചോദിച്ചു, അർജുന, ഞാൻ യുദ്ധം ചെയ്യുകയില്ല. അക്കാര്യം നേരത്തെ പറയുകയും ചെയ്തു. പിന്നെ നീ എന്ത് കരുതിയാണ് എന്നെ സ്വീകരിച്ചത്? അപ്പോൾ അർജുനൻ പറയുകയാണ്, ഭഗവാൻ, അങ്ങയെ എൻ്റെ സാരഥിയാക്കണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദീർഘകാലമായുള്ള ഈ ആഗ്രഹം അങ്ങ് സഫലമാക്കി തരണം. ദുര്യോധനൻ നാരായണസേനയുമായിട്ട് പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് സാരഥിയാവാനും തീരുമാനിച്ചു. യുദ്ധം ഏകദേശം തീരുമാനമായി. ശല്യർ കർണൻ്റെ കൂടെ ചേരാൻ തീരുമാനിച്ചു. കർണനോട് യുദ്ധസമയത്ത് കുത്തുവാക്കുകൾ പറയും. ആ സമയത്ത് അവൻ്റെ ശക്തി നഷ്ടപ്പെടും. അപ്പോൾ അവനെ വധിച്ചുകൊള്ളുക എന്ന ഒരു വാക്കിലാണ് ശല്യർ കർണൻ്റെ തേരാളിയായി പോകുന്നത്. പിന്നീട് കുറേ കഷ്ടപ്പാടുകളൊക്കെ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ശല്യർ. ഇന്ദ്രനും ഇന്ദ്രാണിയും അനുഭവിച്ചതും, അതായത് തൃശിരസിൻ്റെ വധം, വൃത്താസുരവധം ഒക്കെ വിശദമാക്കി പറഞ്ഞു കൊടുക്കുകയാണ് യുധിഷ്ഠിരനോട് ശല്യർ യുധിഷ്ഠിരനോട് കഥകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഇന്ദ്രനും ഇന്ദ്രാണിക്കും ശത്രു നിഗ്രഹത്തിനു വേണ്ടി അജ്ഞാതവാസം പോലും അനുഷ്ഠിക്കേണ്ടി വന്ന കഥയും, ദ്രൗപദിയോടും സഹോദരന്മാരോടുമൊപ്പം നിനക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നതിൽ കോപമോ നിരാശയോ തോന്നേണ്ടതില്ലെന്നും
വൃത്രാസുരനെ വധിച്ച ഇന്ദ്രന് ലഭിച്ചതുപോലെ നിനക്കും താമസിയാതെ രാജ്യലാഭമുണ്ടാകുമെന്നും അഗസ്ത്യശാപത്താൽ നഹുഷന് പതനമുണ്ടായതുപോലെ നിന്റെ ശത്രുക്കളായ കർണൻ, ദുര്യോധനൻ തുടങ്ങിയവർക്ക് നാശമുണ്ടാകുമെന്നും പറഞ്ഞ് ശല്യർ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നും വിടവാങ്ങി. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് മഹാഭാരത കഥകൾ പറയുന്നത് തുടരുകയാണ്. രാജാവേ, അനന്തരം മഹാരഥനും യാദവവീരനുമായ സാത്യകി അതിവിപുലമായ ചതുരംഗപ്പടയോടുകൂടി യുധിഷ്ഠിരൻ്റെ അടുക്കലെത്തി. ചേതിരാജനായ ദൃഷ്ടകേതു, ജരാസന്ധൻ്റെ പുത്രനായ ജയസേനൻ, പാണ്ഡ്യരാജാവും അശോഹിണി പടകളുമായി യുധിഷ്ഠിരനെ സഹായിക്കാൻ വന്നെത്തുകയാണ്. പാണ്ഡവപക്ഷത്ത് 7 അശോഹിണി പടകളും സമ്മേളിച്ചു. ദ്രുപദ രാജാവ് ഹസ്തിനപുരിയിലേക്ക് അയച്ച ദൂതൻ ധൃതരാഷ്ട്രരുടെ അടുക്കലെത്തി. ഭീഷ്മരും വിതുരരും ധൃതരാഷ്ട്രൻ ചേർന്ന് സ്വീകരിച്ചു, സത്കരിച്ചു. അതിനുശേഷം പാണ്ഡുവും ഒരേ അച്ഛൻ്റെ മക്കളാണ്, ധൃതരാഷ്ട്രരും പാണ്ഡുവും ഒരേ അച്ഛൻ്റെ മക്കളാണെന്നും തമ്മിൽ തല്ലരുതെന്നും പുരോഹിതൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു. അങ്ങനെ സഞ്ജയനെ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ ധൃതരാഷ്ട്രർ സമ്മതിച്ചു. ധൃതരാഷ്ട്ര മഹാരാജാവ് യുദ്ധമല്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് സഞ്ജയൻ പാണ്ഡവ സഭയിൽ ചെന്ന് പറഞ്ഞു. 2 പക്ഷവും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. പക്ഷേ അവർ സൂചി കുത്താനുള്ള ഒരു സ്ഥലം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധമല്ലാതെ മറ്റെന്താണ് വഴി? 5 സഹോദരന്മാർക്ക് 5 ഗ്രാമമെങ്കിലും അല്ലെങ്കിൽ 5 വീടെങ്കിലും. അപ്പോഴാണ് ദുര്യോധനൻ പറയുന്നത് സൂചി കുത്താനുള്ള ഇടം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ലെന്ന്. മകനോടുള്ള അമിത വാത്സല്യം ധൃതരാഷ്ട്രർ എപ്പോഴും കാണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജയൻ ധൃതരാഷ്ട്രരെ ഉപദേശിക്കുകയാണ് പുത്രവാത്സ്യത്തിന് അടിമയാകരുതെന്ന്. പിന്നീട് ഇതിനൊരു സമാധാനം കണ്ടെത്തുന്നതിനായി വിതുരരോട് വരാൻ ആവശ്യപ്പെടുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവ്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിതുരോപദേശം. അതിൽ ഈ ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ഉള്ള ഉപദേശം അടങ്ങിയിട്ടുണ്ട്. വിശദമായി തന്നെ അത് വായിക്കുമല്ലോ. ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. കരുത്തനോട് പിണക്കത്തിലാകുന്ന ദുർബലനും സർവസ്വവും മോഷ്ടിക്കപ്പെട്ടവരും അധികാമിക്കും കള്ളനും രാത്രിയിൽ ഉറക്കം വരാറില്ല. രാജാവേ, അങ്ങേക്ക് ഈ മാതിരി ദോഷം ഒന്നുമില്ല. പരദ്രവ്യത്തിലുള്ള അതിമോഹം കൊണ്ട് അങ്ങ് വിഷമിക്കുകയാണോ? വിതുരർ ധൃതരാഷ്ട്രരോട് ചോദിക്കുന്ന വരികളാണ്. ദാനം ചെയ്യാത്ത സമ്പന്നനെയും കഷ്ടപ്പാട് സഹിക്കാത്ത ദരിദ്രനെയും കഴുത്തിൽ കല്ലുകെട്ടി കയത്തിൽ തള്ളണം. യോഗയുക്തനായ സന്യാസിയും പോർക്കളത്തിൽ പൊരുതി മരിക്കുന്ന പടയാളിയും സൂര്യമണ്ഡലം ഭേദിച്ച് ഊർധ്വലോകം പോകുന്നു. ഒരു ഗൃഹസ്ഥാശ്രമി 4 പേരെ സംരക്ഷിക്കണം. 1 കുലവൃദ്ധൻ, 2 ആപത്തിൽപ്പെട്ട അഭിജാതൻ, 3 ദരിദ്രനായ മിത്രം, 4 സന്താനമില്ലാത്ത സഹോദരി. ശീഘ്ര ഫലപ്രദങ്ങളായ 4 കാര്യങ്ങളുണ്ട്. ദൈവനിശ്ചയം, ബുദ്ധിമാന്റെ സ്വാധീനം, വിദ്വാന്റെ വിനയം, പാപികളുടെ നാശം. സത്യം, ദാനം, കർത്തവ്യനിഷ്ഠ, അസൂയയില്ലായ്മ, ക്ഷമ, ധൈര്യം, ഈ 6 ഗുണങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇനി ആരാണ് നിത്യദുഃഖിതർ എന്ന് നോക്കാം. വിതുരരുടെ അഭിപ്രായത്തിൽ ഈർഷ്യയുള്ളവൻ, വെറുപ്പുള്ളവൻ, അസംതൃപ്തൻ, കോപിഷ്ഠൻ, സംശയാലു, പരോപജീവി, ഇവരെല്ലാം നിത്യ ദുഃഖിതരാണ്. കാമാസക്തി, ചൂതുകളി, നായാട്ട്, മദ്യപാനം, പരദൂഷഭാഷണം, കഠിനശിക്ഷ, പാഴ്ചെലവ്, ഇവ 7 രാജാക്കന്മാർ ഉപേക്ഷിക്കേണ്ട ദോഷങ്ങളത്രേ. പിന്നീട് വിതുരർ ഇങ്ങനെ പറയുകയാണ്. രാജാവേ, കാമക്രോധങ്ങൾ വിശേഷജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ഈ ലോകത്തിൽ ധർമാർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിജയോപയങ്ങൾ കണ്ടെത്തുന്നവന് ആ ഉപായങ്ങൾ കൊണ്ട് തന്നെ ജീവിതം സുഖപൂർണമാക്കാൻ കഴിയുന്നു. വികാരവിധേയങ്ങളാവുന്ന പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കാതെ അന്യശത്രുക്കളെ ജയിക്കാൻ ശ്രമിക്കുന്നവനെ ശത്രുക്കൾ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാം കേട്ടുകൊണ്ട് ധൃതരാഷ്ട്രർ പറയുകയാണ്. മഹാമതേ, അങ്ങയുടെ ഭാഷണം എനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അവസാനിക്കാനേ തോന്നുന്നില്ല. അങ്ങനെ സഞ്ജയനോട് ധൃതരാഷ്ട്രർ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ദൂതിന് പോയ സഞ്ജയനോട്. അപ്പോൾ സഞ്ജയൻ ഇങ്ങനെ പറഞ്ഞു. അവിടെ അർജുനൻ സഞ്ജയനോട് പറഞ്ഞ കാര്യങ്ങളാണ് ധൃതരാഷ്ട്രരെ അറിയിക്കുന്നത്. അർജുനൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ദുര്യോധന മഹാരാജാവ് യുധിഷ്ഠിരൻ്റെ രാജ്യം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ധാർത്തരാഷ്ട്രന്മാർ മുൻപ് ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് തന്നെ ചെയ്യും.
ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, ശ്രീകൃഷ്ണൻ, ആത്മശക്തി കൊണ്ട് തന്നെ ഈ ഭൂമിയെ ഭസ്മീകരിക്കാൻ കരുത്തനായ യുധിഷ്ഠിരൻ എന്നിവരോടൊക്കെ പോരാടിയേ തീരൂ എന്ന് ദുര്യോധനൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. പിന്നീട് ഇങ്ങനെ പറയുകയാണ്, ഈ കൊള്ളക്കാരെ നേരിടാൻ ധാർത്തരാഷ്ട്രരെ കൊള്ളക്കാരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എനിക്ക് സഹായിയായി ശ്രീകൃഷ്ണനെ ലഭിച്ചു. അദ്ദേഹം യുദ്ധം ചെയ്തില്ലെങ്കിലും ആർക്ക് വിജയമുണ്ടാകണമെന്ന് മനസ്സിൽ കരുതുന്നുവോ അവർ ജയിക്കുക തന്നെ ചെയ്യും. രാജ്യം നേടാൻ വേണ്ടി ഞാൻ ഭീഷ്മപിതാമഹനെയും ദ്രോണാചാര്യരെയും കുലാചാര്യന്മാരെയും പ്രണമിച്ചിട്ട് യുദ്ധം ചെയ്യും. ഇത്രയും പറയുകയാണ് പാർത്ഥൻ എന്ന അർജുനൻ. ധൃതരാഷ്ട്രർക്ക് നല്ല ഭയമായി. എന്തായാലും യുദ്ധത്തിൽ പാണ്ഡവർ തന്നെ ജയിക്കുകയുള്ളൂ. ശ്രീകൃഷ്ണൻ കൂടെ ഉള്ളിടത്തോളം പാണ്ഡവർക്കാണ് ജയം. പുത്ര വാത്സല്യത്താൽ ഭയങ്കര ദുഃഖിതനായി ധൃതരാഷ്ട്രർ. രാജകൽപ്പന അനുസരിച്ച് വിതുരർ പോയി വേദവ്യാസനെയും ഗാന്ധാരി ദേവിയെയും കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് സഞ്ജയൻ പറയുകയാണ്, ശ്രീകൃഷ്ണനും അർജുനനും പ്രശസ്തരായ ധനുർധരന്മാരാണ്. മഹാശക്തമായ ചക്രായുധം പ്രയോഗിക്കാൻ ശ്രീകൃഷ്ണന് കഴിയും. കംസനെയും ശിശുപാലനെയും ശബരനെയും നരകനെയും മഹാവീരന്മാരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ശ്രീകൃഷ്ണന് കഴിഞ്ഞിട്ടും ഉണ്ട്. ഈ പ്രപഞ്ചമാകെ കൂടിയാലും ശ്രീകൃഷ്ണൻ്റെ ബലത്തിന് തുല്യമാവുകയില്ല. ഇതും കൂടി കേട്ടപ്പോൾ ധൃതരാഷ്ട്രരുടെ ഉള്ള സമാധാനം കൂടി പോയി. പിന്നീട് ധൃതരാഷ്ട്രർ ദുര്യോധനനെ വിളിച്ചു പറഞ്ഞു, മകനെ, സഞ്ജയൻ നമ്മുടെ ഹിതകാംക്ഷിയാണ്, വിശ്വസ്തനുമാണ്. അതുകൊണ്ട് നീ ഋഷികേശനായ ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിക്കൂ. അപ്പോൾ ദുര്യോധനൻ പറയുകയാണ്, ദേവകീ നന്ദനായ ശ്രീകൃഷ്ണ ഭഗവാൻ 3 ലോകങ്ങളെയും സംഹരിച്ചു കൊള്ളട്ടെ. എങ്കിലും അർജുനൻ്റെ മിത്രമെന്ന് സ്വയം വിളംബരം ചെയ്യുന്ന ശ്രീകൃഷ്ണനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ധൃതരാഷ്ട്രർ പറയുകയാണ്, ഗാന്ധാരി ദുർബുദ്ധിയും അഹങ്കാരിയുമായ ഈ മകൻ സജ്ജനോപദേശം മാനിക്കാതെ അധോഗതിയിൽ ആയിത്തീരും. ഇതെല്ലാം കേട്ടുകൊണ്ട് ഗാന്ധാരിയും ദുര്യോധനനെ കുറേ ഉപദേശിക്കുകയാണ്. പക്ഷേ ദുര്യോധനൻ അതൊന്നും ചെവിക്കൊള്ളുന്ന പോലുമില്ല. പാണ്ഡവരുടെ മുതലൊക്കെ കൊടുക്കാനുള്ള മടി കാരണം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, 2 പക്ഷക്കാരുടെ ഹിതത്തിനായി ഞാൻ കൗരവസഭയിൽ പോയി ഒന്നും കൂടി പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ദോഷം വരാത്ത വിധം ഒരു സന്ധി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു മഹാപുണ്യകർമ്മമായി കണക്കാക്കുമല്ലോ എന്ന് ഭഗവാനും പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ ഭീമാദികളുമായി സംവാദം ചെയ്യുകയാണ്. അതിനുശേഷം ദ്രൗപദിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ദ്രൗപദി പറയുകയാണ്, കറുത്തിരുണ്ട ഈ മുടി അങ്ങ് കാണുന്നില്ലേ? അവരെന്തെല്ലാം നമ്മളോട് ചെയ്തു. കമലാക്ഷ, ശത്രുക്കളോട് സന്ധി ചെയ്യാനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുകയാണ്, ഇതിനെല്ലാം ഒരു മറുപടി ഉണ്ടായിത്തീരും. കൃഷ്ണയെ കൗരവ പത്നിമാർ ഏറെ താമസിയാതെ നിന്നെ പോലെ കരയുന്നത് കാണാൻ നിനക്കാകും. പിന്നീട് ഭഗവാൻ ഹസ്തിനാപുരത്തിലേക്ക് പോയി. അവിടെ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭീഷ്മരും യുദ്ധത്തിന് എതിരായിരുന്നു. ധൃതരാഷ്ട്രരെ, നിങ്ങളുടെ മന്ദബുദ്ധിയായ മകന് മരണമടുത്തു എന്നാണ് തോന്നുന്നതെന്ന് ഭീഷ്മർ പറയുകയും ചെയ്ത് ക്രുദ്ധനായി സഭ വിട്ട് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഭീഷ്മർ. പിന്നീട് ദുര്യോധനൻ ശ്രീകൃഷ്ണനെ വെല്ലുവിളിക്കുകയാണ്. ശ്രീകൃഷ്ണനെ പിടിച്ചു കെട്ടാനൊക്കെ ആരംഭിക്കുമ്പോഴാണ് ധൃതരാഷ്ട്രർക്ക് ഭഗവാന്റെ വിശ്വരൂപം കാണാൻ പറ്റുന്നത്. അതോടുകൂടി എല്ലാം ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി. ദുര്യോധനൻ പറയുകയാണ്, കേശവ, അങ്ങ് സൂക്ഷിച്ച് സംസാരിക്കണം. പാണ്ഡവരോടുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അതുമിതും പറയുന്ന അങ്ങ് എന്നെ പഴിക്കുകയാണ്. ഗുണദോഷങ്ങൾ ചിന്തിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുന്നതെന്നൊക്കെ ദുര്യോധനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാന്റെ ഭയങ്കരമായ രൂപം കണ്ട് ഭയന്ന് രാജാക്കന്മാർ കണ്ണടച്ചിരുന്നു. ദ്രോണര്, ഭീഷ്മര്, വിതുരര്, സഞ്ജയൻ എന്നിവർക്കും മഹർഷിമാർക്കും മാത്രമേ ആ രൂപം ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ. അവർക്കൊക്കെ ഭഗവാൻ ദിവ്യദൃഷ്ടി നൽകിയിരുന്നു. ആ സമയത്ത് ആകാശത്ത് ദേവദൂതദ്വീപുകൾ മുഴങ്ങുകയും പൂവർഷം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, കമലാക്ഷ, ഭഗവാനെ, ഈ ലോകത്തിനാകെ ഹിതകാരിയാണ് അങ്ങ്. അതുകൊണ്ട് ഞങ്ങളുടെ നേർക്ക് കാരുണ്യമുണ്ടാകണം. ഈ സമയത്ത് എനിക്ക് ദിവ്യശുശ്രൂഷ നൽകാൻ കനിവുണ്ടാകണം. അങ്ങയെ മാത്രമേ ഞാൻ കാണാൻ ആശിക്കുന്നുള്ളൂ. അങ്ങനെ കാഴ്ച കൊടുക്കുകയാണ് ഭഗവാൻ ധൃതരാഷ്ട്രർക്ക്. ആ സമയത്ത് നേത്രവാനായി തീർന്ന ധൃതരാഷ്ട്രയെ കണ്ട് സഭാവാസികൾ ആശ്ചര്യസ്തബ്ധരായി ശ്രീകൃഷ്ണനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഭൂമി കുലുങ്ങി, കടലുകൾ ഇളകി മറിഞ്ഞു. രാജാക്കന്മാർ ശ്രദ്ധരായി ഉടനെ തന്നെ ഭഗവാൻ തൻ്റെ മായയെ ഉപസംഹരിച്ചു. മഹർഷിമാരോട് യാത്രാനുമതി വാങ്ങിക്കൊണ്ട് സാത്വികിയോടും കൃതവർമാവിനോടും കൂടി സഭാഗൃഹത്തിൽ നിന്നും തിരികെ പോയി. നാരദ മഹർഷിയും മറ്റ് മഹർഷിമാരും കൂടി അന്തർദാനം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഭഗവാൻ കുന്തിദേവിയുടെ അടുത്തേക്ക് പോവുകയാണ്. മഹാഭാരത കഥകൾ തുടരുകയാണ്. ഇത് കേൾക്കുന്നതും പറയുന്നതും പുണ്യമത്രേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാഭാരത കഥകളിലെ നന്മകളെല്ലാം
നമുക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്യാം. അടുത്ത ഭാഗവുമായി കാണാം. അതുവരെ